ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ചോദിച്ചിട്ടുള്ള. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഇവിടെ ഫസ്റ്റ് നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കമന്റ് ഓൺ ഇന്ത്യൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യയില് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിനകത്ത് ഒരു വയസ്സ് അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ്, ഒരു വയസ്സാകുന്നതിന് മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ എത്ര കാലം ജീവിക്കുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, ഓക്കെ, 1000 കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളില് എത്ര കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് അറ്റൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വയസ്സ് അറ്റൈൻ ചെയ്യാതെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്ന് ചുരുക്കി നമ്മൾ IMR എന്നൊക്കെ വിളിക്കും കേട്ടോ. IMR അതുപോലെ MMR എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു ആവറേജ് കാലം, അതിനെയാണ് നമ്മൾ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ശരാശരി ആയുർദൈർഘ്യം എന്നൊക്കെ പറയും. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പ്രസന്റ് കണ്ടീഷൻ കൂടെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്താണ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു അല്ലെ. അതായത് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു വയസ്സ് അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 218 കുഞ്ഞുങ്ങൾ മരിച്ചു പോവാണ്. ഇപ്പൊ അത് ഇന്ത്യയിൽ 28 മറ്റോ ആണ് കേട്ടോ. 28 ഇപ്പോഴത്തെ നിലവിലുള്ള, അത് ഡേറ്റ് ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ വേരി ചെയ്തിരിക്കും. ഇപ്പൊ 218 അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ 28 ഇപ്പൊ വരുന്നത്. അപ്പോ ലൈഫ് എക്സ്പെക്ടൻസി അതുപോലെ തന്നെ ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്ന, കാരണം നമുക്കറിയാം ഒരുപാട് അസുഖങ്ങളും അതുപോലെ ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വന്നിട്ട് വെറും 44 വയസ്സായിരുന്നു കേട്ടോ. 44 വയസ്സൊക്കെ വരെയൊക്കെ ആൾക്കാർ ഒരു ആവറേജ് രീതിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. പിന്നെ അത് കൂടാതെ നമ്മൾ ലിറ്ററസി റേറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും, ലിറ്ററസി റേറ്റ് അത് നോർമലി ഒരു ആവറേജ് പറയുമ്പോൾ നമ്മളൊരു 16% കുറവാണെന്നുള്ള കേസ് പറഞ്ഞായിരുന്നു അല്ലെ. 16% കുറവാണ്. അതുപോലെ ഫീമെയിലിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 7% കേട്ടോ. 7% ലിറ്ററസി റേറ്റ്. ഇപ്പം ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ 90 എബോവ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെന്തായാലും ഓർത്തിരിക്കുക. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 218 പെർ 1000. ലൈഫ് എക്സ്പെക്ടൻസി വന്നിട്ട് 44 ഇയേഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പൊ IMR എപ്പോഴും കൂടിയാണ് നിൽക്കുന്നത്, കുറഞ്ഞിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത്. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ കൂടിയായിരുന്നു ഇരിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ അമ്മമാർക്ക് ഒന്നാമത്തെ കാര്യം ആരോഗ്യമില്ല. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ വഴിയില്ല. അതായത് നല്ല ഹോസ്പിറ്റലുകളോ ട്രീറ്റ്മെന്റോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ഒരവസ്ഥ അന്ന് കൂടുതലായിരുന്നു. ഓക്കെ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ സഹിതം ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, മെൻഷൻ ദ ഗ്രോയിങ് റീജിയണൽ വേരിയേഷൻ ഇൻ ഒക്കുപേഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന്റെ കീഴില് പല പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ജനറലി എഴുതാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 70 to 75% ഓഫ് ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. അതുപോലെ ഒരു 10% ആൾക്കാർ വർക്ക് ചെയ്യുന്നത് 10% ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന മാനുഫാക്ചറിങ്ങിലാണ്. അതുപോലെ 15 തൊട്ട് 20% വരെ സർവീസ് സെക്ടറിലുമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോ ഇതാണ് അവിടുത്തെ ഒരു ജനറൽ ഇത്. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, ഇപ്പൊ മദ്രാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മദ്രാസ്, അതായത് അന്നത്തെ കേരളമൊക്കെ കുറച്ച് പ്രദേശങ്ങൾ, ഇന്ന് നമ്മുടെ മലബാർ പ്രദേശമൊക്കെ അന്ന് മദ്രാസിന്റെ കീഴിലായിരുന്നു. അപ്പോ ഈ മദ്രാസിന്റെ കുറച്ച് ഭാഗങ്ങൾ, അങ്ങനത്തെ ഉള്ള ബോംബെ പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് മാനുഫാക്ചറിങ് സർവീസ് സെക്ടറുകളാണ് കാണാനായിട്ട് പറ്റുന്നത്. മാനുഫാക്ചറിങ് സർവീസ് സെക്ടറുകളാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഒഡീഷ പോലത്തുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ മദ്രാസ് പോലത്തുള്ള പ്രസിഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗവേർണിംഗ്, അവർക്ക് എളുപ്പത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളെ അവരിങ്ങനെ യൂണിറ്റുകളാക്കുന്നതിനെയാണ്, കുറച്ചധികം പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവർ ഭരിക്കുന്നതിനെയാണ് നമ്മൾ പ്രസിഡൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ മദ്രാസ് പ്രസിഡൻസിയിലൊക്കെ നമുക്ക് ഈ പറയുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും.
ഇനി മാനുഫാക്ചറിങ്, സർവീസ് സെക്ടർ ഒക്കെ കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രദേശം വയസ്സുള്ള വ്യത്യാസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് നിങ്ങൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റാവുസ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് ഈസ് റിഗാർഡഡ് വെരി സിഗ്നിഫിക്കന്റ്. ഇത് നമുക്കറിയാം, ഇത് ട്രൂ ആണ്. ഇത് ഇങ്ങനെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതായത് VKRV റാവു, ഫിൻലെ ഷിറാസ്, വില്യം ഡിഗ്ബി ഇങ്ങനത്തെ ഉള്ള RC ദേശായി ഒക്കെ ഉണ്ടെങ്കിലും അവരിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി VKRV റാവു ആണെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു മാത്രം വായിക്കുക. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ പറഞ്ഞായിരുന്നല്ലോ എക്സ്പോർട്ടർ ഇമ്പോർട്ടർ അതാണെന്നും പറഞ്ഞ് എഴുതി വെക്കരുത്. ദ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയ്ഡ് ഇന്ത്യ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഇന്ത്യയിലെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്നാണോ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ? അല്ല, ഇന്ത്യയിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് ആണ് പുറത്തേക്ക് കൊണ്ടുപോയത് അല്ലെ. അഥവാ നമ്മൾ പറയുന്ന ഇൻപുട്ടുകളാണ്, അതായത് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന പോലെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതലായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണെന്ന് ഇരിക്കട്ടെ. അത് ഞാൻ നിങ്ങൾക്കൊരു പഠിക്കാനുള്ള എളുപ്പത്തിന് ഇത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യ ആണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പൊക്കോണ്ടിരുന്നത് എന്തായിരുന്നു? ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. റോ മെറ്റീരിയൽസ് ആണ് പുറത്തേക്ക് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് അകത്തേക്ക് വന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണ് ഇന്ത്യയിലേക്ക് ഈ പറയുന്നത് പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് റോ മെറ്റീരിയൽസും ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എക്സ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതുപോലെ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് എന്നും ആയിരുന്നു അവിടെ വരേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെയിം സം നോട്ടബിൾ എക്കണോമിസ്റ്റ് ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യസ് പെർ ക്യാപിറ്റ ഇൻകം ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? നാഷണൽ ഇൻകത്തെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ ഇൻകത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാദാഭായ് നവറോജി, ഫിൻലെ ഷിറാസ്, വില്യം ഡിഗ്ബി, VKRV റാവു, RC ദേശായി ഒക്കെ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം സം മോഡേൺ ഇൻഡസ്ട്രീസ് വിച്ച് വെയർ ഇൻ ഓപ്പറേഷൻ ഇൻ അവർ കൺട്രി അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് നമ്മൾ ഇന്നലെ മോഡേൺ ഇൻഡസ്ട്രീസ് ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വലുതായിട്ട് ഉണ്ടായിട്ടില്ല, എന്നാലും ബ്രിട്ടീഷുകാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെറിയ രീതിയിൽ ഇവിടെ ചില ഇൻഡസ്ട്രികൾ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മില്ലുകൾ ഉണ്ടായിരുന്നു അല്ലെ. കോട്ടൺ ജൂട്ട് ടെക്സ്റ്റൈൽ മില്ലുകളൊക്കെ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്ര, ബോംബെ പോലത്തുള്ള അല്ലെ, ബോംബെ പോലത്തെ നമ്മുടെ മുംബൈ പ്രദേശങ്ങളിലൊക്കെയാണ്. ജൂട്ട് ആണെന്നുണ്ടെങ്കിൽ ബംഗാളിലായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇവിടെ ചെറിയ ടൈപ്പിംഗ് എറർ വന്നതാണ്. കമ്പനിയാണ് കേട്ടോ. അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നമ്മൾ പറഞ്ഞു. ടിസ്കോ അല്ലെ, ടിസ്കോ വന്നത് എന്നായിരുന്നു? ടിസ്കോ വന്നത് എന്നാണ് 1907 അല്ലെ. ടിസ്കോ വന്നിട്ടുണ്ടായിരുന്നു 1907 ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, ഇതൊക്കെ ചെറിയ തോതിൽ അങ്ങിങ്ങായിട്ടൊക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മോഡേൺ ഇൻഡസ്ട്രീസിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റും കേട്ടോ. മോഡേൺ ഇൻഡസ്ട്രീസിന്റെ കൂട്ടത്തിൽ പറയാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. വാട്ട് വാസ് ദ ടു ഫോൾഡ് മോട്ടീവ് ബിഹൈൻഡ് ദ സിസ്റ്റമാറ്റിക് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ. അതെ അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഒന്നും പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ഉള്ളത് നശിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. സോ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. എഫക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അപ്പൊ എങ്ങനെയൊക്കെയാണ്? രണ്ട് മോട്ടീവ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇത് രണ്ടുമായിരുന്നു നമ്മൾ മുമ്പേ പഠിച്ച ആ 2 പോയിന്റ് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ഇന്ത്യയെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് ആക്കി മാറ്റുക, അതുപോലെ ഇന്ത്യയിൽ നിന്ന് എന്താക്കുക, ഇന്ത്യയിൽ നിന്ന് മാക്സിമം കിട്ടുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ ആ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷന് കാരണമായ 2 കാര്യങ്ങൾ ഇതാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതായത് ഓൾറെഡി ഇവിടെ ഈ കൈത്തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ഈ പറയുന്നത് പോലെ എന്താണ്
ഈ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, വളരെ ചീപ്പായിട്ടുള്ള തുണികളും സംഭവങ്ങളും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആൾക്കാർ അത് വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റൈലും സംഭവങ്ങളും ഒക്കെ നശിച്ച് അങ്ങനെ അവർക്ക് അൺഎംപ്ലോയ്മെന്റ് പോലത്തുള്ള മാസീവ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതല്ലാതെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. സോ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ, അതായത് വാണിജ്യവൽക്കരണം, കൃഷിയുടെ കാർഷിക വാണിജ്യവൽക്കരണം എന്നാണ് അത് പറയുന്നത്. അപ്പൊ നമ്മള് ആഹാരം ഇല്ലാത്ത സമയത്ത് ആഹാരമാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മള് ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കൊമേഴ്സ്യലൈസേഷൻ, ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്, അതായത് ഫുഡ് ക്രോപ്സിന് പകരം നമ്മൾ ക്യാഷ് ക്രോപ്പുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, വാണിജ്യവൽക്കരണം. ഓക്കെ, അടുത്തത് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത് ജനറൽ ആയിട്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ച് കണ്ടതുകൊണ്ട് അവിടെ അങ്ങ് ഇട്ടതാണ് കേട്ടോ, അല്ല നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി ഇതിനെക്കുറിച്ച് മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നതും രണ്ട് കോൺസെപ്റ്റ് ആണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പഠിപ്പിച്ച ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, GDP എന്ന് പറയുന്നത്, GDP. അപ്പൊ ഈ GDP വളരുന്നതിനെയാണ് നമ്മൾ, GDPക്ക് ഉണ്ടാവുന്ന വളർച്ചയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP വളരുന്നതിന്റെ കൂടെ തന്നെ ഒരു രാജ്യത്തിന്റെ ഇപ്പം പോവർട്ടി അല്ലെ, ദാരിദ്ര്യം മാറുക, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ അതിനെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് കോൺസെപ്റ്റ് ആണ് കേട്ടോ. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അളവ് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു അളവാണ് GDP എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ 8.2 ആണ് അല്ലെ 6.5 ആണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റും. പക്ഷെ എക്കണോമിക് ഡെവലപ്മെന്റ് അങ്ങനെയല്ല. ഒരു രാജ്യം വികസിത രാജ്യമാണോ അവികസിത രാജ്യമാണോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ, അല്ലാതെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് അപ്പോഴാണ് നമ്മൾ ഒരു ഇക്കണോമിക്കലി ഡെവലപ്ഡ് രാജ്യമാണെന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. അപ്പം റെഫേഴ്സ് ടു ദാറ്റ് പ്രോസസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എലോങ് വിത്ത് ഇൻക്രീസ് ഇൻ റിയൽ പെർ ക്യാപിറ്റ ഇൻകം, അതായത് മനുഷ്യരുടെ ആ ഒരു നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇനീക്വാളിറ്റി, അസമത്വം, പോവർട്ടി, ലിറ്ററസി, അസുഖങ്ങൾ അല്ലെ, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു മീൻ ബൈ താരിഫ്? ഞാൻ താരിഫ് എന്താന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സിനെയാണ് അല്ലെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, ടാക്സ് ഓൺ ഇമ്പോർട്ട്സ്. അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, താരിഫ് എന്ന് പറയുന്നത്. താരിഫും കോട്ടയും ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ ഒരുപാട് അങ്ങ് ബോധറാവണ്ട കേട്ടോ. അപ്പൊ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടുകൾക്ക് കൊടുക്കുന്ന ടാക്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ് ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒക്കുപേഷണൽ സ്ട്രക്ചർ, ആ ഒരു 70 to 75, 10, 15 to 20 എന്നുള്ള ആ ഒരു നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഇൻകം എസ്റ്റിമേറ്റിനെ കുറിച്ച് പറയുമ്പോൾ VKRV റാവുവിന്റെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കര കൂടുതലാണ്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇന്ത്യ ഒരു എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസും ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മോഡേൺ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട് നോക്കുക. എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താണ്, താരിഫ് എന്താണ്, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.